ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് രാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ഫില്ലിംഗ് ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ സ്മൂത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ രാഗി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ രാഗി പൗഡർ ഒരു സോസ് പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആദ്യം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വേണം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാൻ. അപ്പോൾ ആദ്യം കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രാഗി നന്നായിട്ട് വേവുന്നത് പോലെ വേണം കുറുക്കിയെടുക്കാൻ. അപ്പോൾ രാഗിക്ക് അത്യാവശ്യം ഒരു വേവുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ കുറുക്കിയെടുക്കുക. ഇപ്പോൾ രാഗിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ രാഗി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ആപ്പിൾ, അത്യാവശ്യം വലിയൊരു ആപ്പിൾ കട്ട് ചെയ്തത് തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 8 ബദാം കുതിർത്തിയത് തൊലിയെല്ലാം കളഞ്ഞിട്ട് അതുകൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 6 ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് അതുകൂടി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ആയതുകൊണ്ടാണ് നേരിട്ട് ചേർക്കുന്നത്. അതല്ല കുറച്ച് ഹാർഡായിട്ടുള്ള ഈത്തപ്പഴം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബദാമിൻ്റെ കൂടെ അതുകൂടി ഒന്ന് കുതിർത്തിയിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഒരു ഫ്ലേവറിനായിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് കാച്ചിയിട്ട് തണുത്തിട്ടുള്ള പാലാണ്, അതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 പേർക്ക് കഴിക്കാനുള്ളൊരു സ്മൂത്തിയുടെ അളവാണ്. അതായത് അത്യാവശ്യം വലിയ ജ്യൂസ് ഗ്ലാസ്സിന് 2 ഗ്ലാസ് ജ്യൂസിനേക്കുള്ള അളവാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അത് കടിക്കുന്ന സമയത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തിട്ട് അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾക്കിതിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ അത്യാവശ്യത്തിനുണ്ടാവും. അതല്ല ഇനി കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മധുരം വേണമെങ്കിൽ അവരുടെ താല്പര്യം പോലെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് പ്രത്യേകിച്ച് മധുരം ഒന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റുള്ള സ്മൂത്തിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.